നമസ്കാരം. ഒരു വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി റിപ്പോർട്ടർ ടോപ്പ് 10 ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്ന ദിവസമാണിത്. രാജ്യമാകെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വരുന്നു. ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനുണ്ടായത് കനത്ത തിരിച്ചടി. ഒപ്പം പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ട്. ഇടുക്കിയിലെ ഇരട്ട കൊലപാതകത്തിലെ അന്വേഷണവും തുടരുകയാണ്. ലോകം ഡോൾബി തിയേറ്ററിലേക്ക് ചുരുങ്ങിയ ദിനം ക്രിസ്റ്റഫർ നോളനും ഓപ്പൺ ഹെയ്മറും കൊണ്ടുപോയി. അങ്ങനെ ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകൾ നോക്കുകയാണ്. സ്വാഗതം റിപ്പോർട്ടർ ടോപ്പ് 10ലേക്ക്. ആദ്യത്തെ വാർത്ത പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ 6 മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നതാണ് നിയമം. പൗരത്വം നൽകുന്നവർക്ക് ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകും. കേന്ദ്ര നടപടി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. വിവരങ്ങൾ നൽകാൻ നോബിൾ മാരിക്കാരനുണ്ട്. നോബിൾ, പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. നമുക്കറിയാം 2019 ഈ നിയമം പാർലമെന്റ് പാസാക്കിയത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചെങ്കിൽ പോലും ഈ നിയമത്തിന്റെ ചട്ടങ്ങൾ ഉൾപ്പെടെ വിജ്ഞാപനം ചെയ്ത് അത് പ്രാബല്യത്തിൽ വരുത്തുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചട്ടങ്ങൾ, എന്തൊക്കെയാണ് ഈ ഭേദഗതിയുടെ വിശദാംശങ്ങൾ? ബിനിൽ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ അയൽരാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, പാഴ്സി, ജൈന, ബുദ്ധ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം. ഇവർക്ക് പൗരത്വം ലഭിക്കുന്നതോടെ വിദ്യാഭ്യാസം, വ്യാപാര സ്വാതന്ത്ര്യം, വസ്തുക്കൾ വാങ്ങാൻ എന്നിവ അവകാശങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യം വെച്ചുള്ള നിയമം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ വംശജരുടെ പ്രായപൂർത്തിയാക്കാത്ത മക്കൾ, അതോടൊപ്പം തന്നെ അച്ഛനമ്മമാരിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരൻ ആയവർ എന്നിവർക്ക് പൗരത്വം അപേക്ഷിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. ചില സംസ്ഥാനങ്ങൾ എതിർപ്പ് അറിയിച്ച സാഹചര്യത്തിൽ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ഇത്തരത്തിൽ പൗരത്വം അപേക്ഷിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേക പോർട്ടലും കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ ഈ അപേക്ഷകൾ പരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാവുന്ന ഈ പശ്ചാത്തലത്തിൽ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ സർക്കാരിന് എതിരെ ഉണ്ടായിരിക്കുന്നത്. വർഗീയ ധ്രുവീകരണമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. സഹകരിക്കാൻ പറ്റുന്ന പരമാവധി ആളുകളുമായി സഹകരിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തും എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾ പ്രത്യേകിച്ച് എണിക്കേണ്ട കാര്യമില്ല. ആരൊക്കെ വരുമോ, ആരൊക്കെ ഇതുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുമോ, അവരൊക്കെയായിട്ട് ചേർന്ന് മുന്നോട്ടേക്ക് പോകുന്നതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിർവരമ്പും ഇതിനില്ല. എല്ലാവരുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള വിശാലമായ ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ഒരു പ്രത്യേക നിലപാട് സ്വീകരിക്കേണ്ട ഒരു കാര്യം ഇതിലില്ല. അവർ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് യോജിച്ച പ്രക്ഷോഭത്തിന് എല്ലാ വിഭാഗം ജനങ്ങളും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വരും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ ഈ നിയമം അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ വ്യക്തമാക്കി. ഇന്ത്യ മുന്നണി വരുന്നതോടെ ആ ബിൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഒരു കാരണവശാലും മനുഷ്യരെ വേർതിരിക്കുന്ന ഇത്തരം ബിൽ നടപ്പിലാക്കാൻ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരു തുള്ളി രക്തമുണ്ടെങ്കിൽ അനുവദിക്കില്ല. കേന്ദ്ര നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ആ കേസിൽ കേന്ദ്ര ഗവൺമെന്റ് വന്ന് പറഞ്ഞത് ഈ ഇപ്പോൾ CAA നടപ്പാക്കാൻ പോകുന്നില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ഇങ്ങനൊന്ന് കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണ്. അത് നിലനിൽക്കില്ല. അതിനെ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും. പ്രതിഷേധങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിലടക്കം പലയിടത്തും ഇതിനോടകം തന്നെ സുരക്ഷ ശക്തമാക്കി. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പോസ്റ്റിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് മൃതദേഹം താഴെ ഇറക്കിയതെന്ന് കോളേജിലെ ഹോസ്റ്റൽ പാചകക്കാരൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് മൃതദേഹം താഴെ ഇറക്കിയതെന്ന് സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു. സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചവരായിരുന്നു മൃതദേഹം താഴെ ഇറക്കാൻ ഒപ്പമുണ്ടായിരുന്നതെന്നും ജെയിംസ് റിപ്പോർട്ടറിനോട് തുറന്നു പറഞ്ഞു.
ഡീനിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇതെല്ലാം നടന്നതെന്നും ജെയിംസ് വിശദീകരിക്കുന്നു. റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ ബിഗ് ബ്രേക്കിംഗ്. ഈ വിവരങ്ങൾ നൽകാൻ വേണ്ടി TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ഡീനിന് ഇത് കൃത്യമായ രീതിയിലുള്ള പങ്കുണ്ട്. ഡീൻ ഈ വിവരങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരുന്നു എന്നുള്ളത് തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്ന കാര്യമാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മർദ്ദിച്ചവർ തന്നെയാണ് ഇതിനെല്ലാം പ്രധാനമായി പങ്കുവഹിച്ചത്, ഈ സിദ്ധാർത്ഥന്റെ മൃതദേഹം അഴിച്ചു മാറ്റുന്നതിന് ഉൾപ്പെടെ പങ്കുവഹിച്ചത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അതിന്റെ കൃത്യമായ മൊഴി ഉൾപ്പെടെയാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പൂക്കോട് കോളേജ് ഹോസ്റ്റലിൻ്റെ പാചകക്കാരനായ ജെയിംസിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ജെയിംസിൻ്റെ ഭാര്യ മേരിക്കുട്ടിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. ഏറെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇന്ന് ജെയിംസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതാണ് ഇന്ന് രാവിലെ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതും. അതായത് സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷമാണ് സിദ്ധാർത്ഥിൻ്റെ ബോഡി അവിടെ നിന്ന് പോലീസ് എത്താതെ നീക്കം ചെയ്തത് എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, അവിടെ പാചകക്കാരനായ ജെയിംസിൻ്റെ കൂടെ ആ മൃതദേഹത്തിൻ്റെ ആ തുണി അറുത്ത് മാറ്റി മൃതദേഹം മാറ്റുന്നതിന് വേണ്ടി കൂടെ ഉണ്ടായിരുന്നത് ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച പ്രതികളായിരുന്നു. മാത്രമല്ല, മർദ്ദിച്ച വേറെയും പ്രതികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. കാണുമ്പോൾ തന്നെ മനസ്സിലായോ മരിച്ചു എന്ന്? മനസ്സിലായോ? ആരൊക്കെ നോക്കിയിരുന്നോ? മരിച്ചെന്ന് മരിച്ചിരുന്നോ? പിള്ളേരൊക്കെ പറഞ്ഞു മരിച്ചെന്ന്. അല്ല, ജെയിംസ് ചേട്ടൻ കാണുമ്പോ മരിച്ച പോലെ തന്നെയായിരുന്നോ? തണുത്തിരുന്നോ ബോഡി? അവരെ അഴിക്കുമ്പോ ജെയിംസേട്ടനും കൂടി കൊടുത്തതാ. അതെ, അപ്പോഴേക്ക് ബോഡി തണുത്തിരുന്നോ? തണുത്തിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് മരിച്ചു എന്ന് മറ്റു കുട്ടികൾ പറയുന്നതിന് ശേഷമാണ് അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വാതിൽ ചവിട്ടി പൊളിക്കുന്നതോ മറ്റു കാര്യങ്ങളോ ജെയിംസ് കണ്ടതുമില്ല. ഈ വിവരങ്ങളെല്ലാം തീർച്ചയായും പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് തെളിവ് നശിപ്പിക്കാനുള്ള വലിയ ഗൂഢാലോചന നടന്നോ എന്നുള്ളതാണ്. കാരണം ഡീൻ ഉൾപ്പെടെയുള്ള കോളേജിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ആ സ്ഥലത്തും ഉണ്ടായിരുന്നു. വൈകാരികമായാണ് ഈ വിഷയത്തോട് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ പ്രതികരിച്ചത്. ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഡീൻ്റെ പങ്ക് വേണം, ഡീൻ്റെ പങ്ക് അന്വേഷിക്കണമെന്നല്ല. ഇന്ന് ആ കുക്കിൻ്റെ തെളിവ് വന്നപ്പോൾ അതും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പത്രമോ ചാനലോ വേണ്ടി വന്നു. പോലീസ് ഇതുവരെ കണ്ടുപിടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിൽ ഓരോ ദിവസവും കഴിയും തോറും സിദ്ധാർത്ഥിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ ഒന്നൊന്നായി കൂടുതലായി പുറത്തു വരികയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത വാർത്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ 2ാം ദിവസവും നടത്തിയ തെരച്ചിലിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയില്ല. ഇതോടെ പോലീസ് തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. കസ്റ്റഡിയിലുള്ള പ്രതി നിതീഷ് മൊഴി മാറ്റുന്നത് പോലീസിനെ കാര്യമായ രീതിയിൽ വലയ്ക്കുന്നുണ്ട്. സന്ദീപ് രാജാക്കാടുണ്ട് വിവരങ്ങളുമായി. സന്ദീപ്, ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള അവിടുത്തെ പിതാവിൻ്റെ ഗ്രഹനാഥൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അവിടെ വെച്ച് തന്നെ നിതീഷ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം, അതായത് നിതീഷിനുണ്ടായിട്ടുള്ള ഈ കൂട്ടുപ്രതിയുടെ സഹോദരിയുടെ കുഞ്ഞിൻ്റെ മൃതദേഹം എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് പോലീസിന് പ്രാഥമിക ചിത്രം നൽകിയിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസം നടത്തിയ തെരച്ചിലിൽ ഈ മൃതദേഹം കണ്ടെത്താനായില്ല. ഇപ്പോൾ രണ്ടാമതും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താനാകുന്നില്ല. ഈ നിതീഷ് മൊഴി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണ് എന്നത് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുവാനുള്ള തിരച്ചിൽ ഇന്നും നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തുടർച്ചയായ 2ാം ദിവസമാണ് പോലീസ് മൃതദേഹത്തിനായി തിരച്ചിൽ നടത്തുന്നത്. മുഖ്യപ്രതിയായ നിതീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ ആരംഭിച്ചത്. കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വീട്ടിന്റെ സമീപത്തുള്ള തൊഴുത്തിൽ മൃതദേഹം 2016 കുഴിച്ചിട്ടു എന്നായിരുന്നു നിതീഷിന്റെ മൊഴി. 4 ദിവസം പ്രായമായ നവജാത ശിശുവിന്റെ മൃതദേഹമായിരുന്നു ഇവിടെ കുഴിച്ചിട്ടിരുന്നത്. ഇവിടെയാണ് തെരച്ചിൽ നടത്തിയതും. എന്നാൽ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ നിതീഷ് മൊഴി മാറ്റി പറയുകയും ചെയ്തു. 2016 ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം പിന്നീട് മറ്റാരും അറിയാതെ എടുത്തു മാറ്റി എന്നായിരുന്നു നിതീഷിന്റെ മറ്റൊരു മൊഴി. തുടർന്ന് പോലീസ് വീണ്ടും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ മറ്റു പ്രതികളെയും പോലീസ് വിവിധ ഇടങ്ങളിൽ വെച്ച് ചോദ്യം ചെയ്തു. എന്നാൽ മൃതദേഹം എടുത്തു മാറ്റി എന്നുള്ളത് മറ്റു പ്രതികൾ നിഷേധിക്കുകയും ചെയ്തു. ഇതാണ് പോലീസിനെ വലച്ചത്. തുടർന്ന് ഇന്ന് വൈകിട്ട് 4 മണിയോടെ വീണ്ടും പോലീസ് സംഘം എത്തി തിരച്ചിൽ നടത്തി. എന്നാൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇതോടെ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. മറ്റന്നാൾ നിതീഷിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇതിനുശേഷം കോടതിയിൽ ഹാജരാക്കണം.
അതിനു മുമ്പ് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുവാനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം തന്നെ മറ്റു പ്രതികളായ വിഷ്ണു, സുമ എന്നിവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. മറ്റ് നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോവുകയും ചെയ്യും. അതേസമയം സുമയുടെയും വിഷ്ണുവിൻ്റെയും അറസ്റ്റ് അതിനുശേഷം രേഖപ്പെടുത്തുവാനാണ് പോലീസ് നീങ്ങുന്നത്. എന്നാൽ 2016 മുതലാണ് വിജയനും കുടുംബവും നാട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുവാൻ തുടങ്ങിയത് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. അതിനു മുമ്പ് ജനങ്ങളുമായി അടുത്തിടപഴകിയായിരുന്നു ജീവിച്ചിരുന്നത്. പ്രദേശത്തെ മാതൃകാ കുടുംബമായിരുന്നു വിജയൻ്റേതെന്നും വിജയന്റെ അടുത്ത സുഹൃത്ത് തന്നെ വ്യക്തമാക്കുന്നു. ഈ പറയപ്പെടുന്ന 2016 അതിനുശേഷം തന്നെയാണ് ആളുകളിൽ നിന്നൊക്കെ അതൊന്നും മാറിയേക്കുന്നത്. പിന്നെ അവരുടെ ഈ വീടുമായിട്ട് നമുക്ക് നെയ്ബറായിട്ടുള്ള ആൾക്കും ഒന്നും ബന്ധമില്ലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അടുപ്പിക്കുന്നില്ലായിരുന്നു ഒരുപക്ഷെ. അതേസമയം പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുവാനാണ് പോലീസിന്റെ നീക്കം. എന്നാൽ അന്ധവിശ്വാസമായിരുന്നു കുടുംബ പശ്ചാത്തലമെന്ന വിജയന്റെ അടുത്ത സുഹൃത്തുക്കൾ ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. BJP അംഗത്വം സ്വീകരിച്ച ശേഷം ആദ്യമായി പത്മജ തൃശൂരിലെ മുരളി മന്ദിരത്തിലെത്തി. ഒരു കാലത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കേന്ദ്രമായിരുന്ന മുരളി മന്ദിരത്തിൽ ഇന്ന് നിറഞ്ഞു നിന്നത് BJP പ്രവർത്തകരും പതാകകളുമായിരുന്നു. കെ മുരളീധരനെയും കോൺഗ്രസ് പ്രവർത്തകരെയും രൂക്ഷമായ ഭാഷയിലാണ് പത്മജ വിമർശിച്ചത്. അതിനിടെ TP ചന്ദ്രശേഖരൻ സ്മൃതി മന്ദിരത്തിൽ മുന്നിൽ നിന്നും പ്രചാരണം ആരംഭിച്ച് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. യുവാക്കളെ മുൻനിർത്തിയാണ് ഷാഫിയുടെ പ്രചാരണം. വിവരങ്ങളുമായി ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, ഇന്നിപ്പോൾ പത്മജ വേണുഗോപാലിന്റെ പക്കലാണ്, അവരുടെ ഉടമസ്ഥതയിലാണ് മുരളി മന്ദിരം ഉള്ളത്. അവിടെ സംഘികളെ നിരങ്ങാൻ അനുവദിക്കില്ല എന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആർക്ക് വേണമെങ്കിലും അവിടെ എത്തി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അവിടെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെത്തി പ്രാർത്ഥിക്കാം. പക്ഷേ കൊടി പുതപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല എന്ന് കെ മുരളീധരൻ ആ നിലപാട് മാറ്റുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ പത്മജ അവിടെ എത്തി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല, വടകരയിൽ TP വധം തന്നെ മുഖ്യ അജണ്ടയാക്കുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ജെയ്സൺ, BJPയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ തൻ്റെ സ്വന്തം ഭവനമായ തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലേക്ക് ഇന്നാണ് എത്തിയത്. മുരളി മന്ദിരത്തിലെത്തിയ പത്മജ വേണുഗോപാലിനെ സ്വീകരിക്കാൻ BJP നേതാക്കളും പ്രവർത്തകരും എത്തിച്ചേർന്നിരുന്നു. ഇവർ മാലയിട്ടും പൂച്ചെണ്ട് നൽകിയും പത്മജ വേണുഗോപാലിനെ സ്വീകരിച്ചു. തുടർന്ന് BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളുമായി ചർച്ച. അടച്ചിട്ട മുറിയിൽ നടത്തിയ ചർച്ചയിൽ തൃശൂർ മണ്ഡലത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെ സംബന്ധിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. കെ മുരളീധരന് സ്വാധീനമുള്ള മേഖലകൾ ഏതെന്ന് കണ്ടറിഞ്ഞ് അവിടെയെല്ലാം BJP പ്രവർത്തകർ വലിയ രീതിയിൽ പ്രചരണം നടത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട പത്മജ വേണുഗോപാൽ മുരളീധരനെതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. കെ മുരളീധരൻ ഇനിയും പാർട്ടി മാറാൻ തയ്യാറുള്ള വ്യക്തിയാണെന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. മാത്രവുമല്ല, സ്വന്തം മാതാവിനെ കുറിച്ച് വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ചപ്പോൾ കെ മുരളീധരൻ പ്രതികരിച്ചില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. കരുണാകരൻ്റെ മക്കളോടെ ദേഷ്യ പാവ മുരളിയേട്ടൻ അവിടെ വടകര എന്ന് ജയിച്ചു പോയേനെ. എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് കൂടെ നിന്നവർ കാലു വാരിയത് കണ്ടപ്പോൾ ഞാനൊരു 20,000 വോട്ടിന് എന്തുകൊണ്ട് തോറ്റില്ല എന്നാണ് ഇത്രയും കാലം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ്, ഞാൻ എപ്പോഴും ചന്ദനക്കുറി ഇട്ട് നടക്കണം, അച്ഛൻ അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി നിർത്തി. എൻ്റെ അമ്മയല്ലേ മുരളിയേട്ടൻ്റെ അമ്മ അല്ലേ? അപ്പോൾ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോൾ ബാക്കിയൊക്കെ പോട്ടെ, പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളിയേട്ടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുരളിയേട്ടനൊരു വിഷമം തോന്നിയത്. അത് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം മോദിയിലുള്ള വിശ്വാസമാണ് തന്നെ BJPയിലേക്ക് എത്തിച്ചതെന്നും പത്മജ വേണുഗോപാൽ പറയുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമെന്ന സൂചനകളും പത്മജ വേണുഗോപാൽ നൽകുന്നുണ്ട്. അതോടൊപ്പം വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസമാണ് വടകരയിലെത്തിയത്. ഇന്ന് TP ചന്ദ്രശേഖരൻ്റെ ഭവനം ഷാഫി പറമ്പിൽ സന്ദർശിച്ചു. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ആശയപരമായൊരു പോരാട്ടമാണ്. കൊലപാതക രാഷ്ട്രീയം എന്ന് നിൽക്കുന്നു അന്ന് അതിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നിൽക്കും. അത് നിൽക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത് കൊടിസുനിമാരുടെയോ അവർക്ക് ഡയറക്ഷൻ കൊടുത്തവരുടെയോ മണ്ണല്ല. ഇത് TPയുടെ മണ്ണാണ്. ഇത് ജനാധിപത്യവാദികളുടെ മണ്ണാണ്. ഇത് മതേതര ബോധമുള്ളവരുടെ മണ്ണാണ്. ആ മണ്ണ് ഇത്തവണയും UDFനെ തന്നെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും ആർക്കും വേണ്ട. തുടർച്ചയായ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചു. വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മത്സരങ്ങളോ ഫലപ്രഖ്യാപനങ്ങളോ ഇനി ഉണ്ടാകില്ല.
കലോത്സവം നിർത്തിവെച്ചതിനെതിരെ പ്രതിഷേധ നൃത്തവുമായി മത്സരാർത്ഥികൾ തന്നെ രംഗത്തെത്തി. കലോത്സവ സംഘർഷത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെ തിരുവനന്തപുരം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂരാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സുനിഷ, കഴിഞ്ഞ ദിവസം KSUവിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇതിൽ സംഘാടക സമിതി, പ്രത്യേകിച്ച് SFI നേതൃത്വം നൽകുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ ഉൾപ്പെടെ ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുകയാണ്. മാത്രമല്ല, ഈ KSUക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു, ഇതിന്റെ സംഘാടനത്തിൽ പ്രശ്നമുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ പറഞ്ഞത് ഇത് സംഘാടനത്തിലെ പ്രശ്നങ്ങളെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പിനുള്ള ശ്രമമുണ്ടെന്നും പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇനി ഇത് നടക്കില്ല എന്ന് തന്നെയാണോ വ്യക്തമാക്കിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി? കലോത്സവം ആരംഭിച്ചതു മുതൽ പരാതികളുടെയും പ്രതിഷേധങ്ങളുടെയും പ്രളയമായിരുന്നു കണ്ടത്. ഒടുവിൽ 5ാം ദിനത്തിലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളാൽ കലോത്സവ വേദി കലുഷിതമായി. വിധി നിർണയത്തെ സംബന്ധിച്ചും അപ്പീലുകളെ സംബന്ധിച്ചുമാണ് ഇന്ന് പ്രതിഷേധമുയർന്നത്. മത്സരങ്ങൾ അനന്തമായി വൈകുന്നതിലും പ്രതിഷേധം ശക്തമായി. പ്രശ്നം സങ്കീർണമാകുമെന്ന് വന്നതോടെയാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകുകയും കലോത്സവം നിർത്തിവെക്കാൻ VC ഉത്തരവ് നൽകുകയും ചെയ്തത്. ഒപ്പം മത്സര ഫലപ്രഖ്യാപനം ഉണ്ടാകില്ലെന്നും സമാപന സമ്മേളനം മറ്റൊരു തീയതിയിലേക്ക് മാറ്റിയെന്നും അറിയിപ്പും വന്നു. സർവകലാശാലകളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷിതത്വം പരിഗണിച്ചാണ് തീരുമാനമെന്നാണ് വിശദീകരണം. വൈസ് ചാൻസലറുടെ തീരുമാനത്തെ സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. തുടക്കം മുതൽ കലോത്സവം തകർക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ചിലർ നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലീസ് അന്വേഷിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആദ്യഘട്ടം മുതലേ അത്തരത്തിലേക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്നും ഇതെങ്ങനെയെങ്കിലും വലിയ മോശമാക്കി തീർക്കണമെന്നുള്ളൊരു രീതി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും. അതിപ്പോൾ കൂടുതലായി ഇനിയിപ്പോൾ സർവകലാശാലയും അത് പരിശോധിക്കും. ഞങ്ങളും നിയമപരമായിട്ട് മുമ്പോട്ട് പോകുന്നതിനാണ്. ഇതിനിടെ കലോത്സവം നിർത്തിവെച്ച തീരുമാനത്തിനെതിരെ മത്സരാർത്ഥികൾ പ്രധാന വേദിയിൽ നൃത്തം ചെയ്ത് പ്രതിഷേധിച്ചു. അതിനിടെ സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മാരകായുധങ്ങളുമായി KSU പ്രവർത്തകരെ ആക്രമിച്ചതിന് ജില്ലാ സെക്രട്ടറി ആദർശ് ഉൾപ്പെടെ 19 SFI പ്രവർത്തകർക്കെതിരെയും സംഘാടക സമിതി നൽകിയ പരാതിയിൽ കലോത്സവം അലങ്കോലപ്പെടുത്തിയതിന് KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ, ലോ കോളേജ് ചെയർപേഴ്സൺ അപർണ ഉൾപ്പെടെ 19 പേർക്കെതിരെയുമാണ് കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ബോണ്ട് വിവരങ്ങൾ കൈമാറാൻ സമയം ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് വിവരങ്ങൾ കൈമാറാൻ കോടതി ഉത്തരവിട്ടു. ഈ മാസം 15-ന് തന്നെ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ഉണ്ട് ലീഗൽ ഡെസ്കിൽ നിന്ന്. ശ്യാം, കേന്ദ്ര സർക്കാരിനെയും SBIയെയും സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകാൻ വൈകുന്നത് യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ മരവിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടുള്ള സുപ്രീം കോടതി വിധിയെ തന്നെ അട്ടിമറിക്കുന്നതാണ് എന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെയെല്ലാം മാറ്റിമറിക്കുന്ന, കൂടുതൽ സമയം അനുവദിക്കാനാവില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ ഈ നിർണായകമായിട്ടുള്ള ഉത്തരവിൽ എന്തൊക്കെയാണ് പറയുന്നത്? ശ്യാം ദേവരാജ്. തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്താൻ സാവകാശം തേടിയ SBIക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. നാളെ വൈകിട്ട് 5 മണിക്കകം ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി SBIക്ക് നൽകിയ അന്ത്യശാസനം. ഈ SBI ഈ വിവരങ്ങൾ നാളെ വൈകിട്ട് 5 മണിക്കകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത 3 പ്രവൃത്തി ദിവസങ്ങൾക്കകം, അതായത് മാർച്ച് 15-ന് വൈകിട്ട് 5 മണിക്കകം ഈ വിവരങ്ങൾ SBI നൽകുന്ന വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. ഇത് പൗരന്മാർ, പൊതുസമൂഹം അറിയുന്നതിന് വേണ്ടിയാണ് ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത്. SBIക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി ഇന്ന് ഉയർത്തുകയും ചെയ്തത്. SBI മനഃപൂർവ്വം കോടതി നടപടികളെ അനുസരിച്ചില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചിന്റെ നിരീക്ഷണവും. SBIക്കെതിരെ തൽക്കാലം കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുകൂടി സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ SBI സുപ്രീം കോടതിയിൽ വിശദീകരണം നൽകണം. SBIയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് എന്തുകൊണ്ട് ഇതുവരെയും നടപടികൾ സ്വീകരിച്ചില്ല എന്ന കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത്. ഈ വിധി പറഞ്ഞിട്ട് ഇന്ന് 26 ദിവസമായി. 26 ദിവസം നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യം അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടില്ല. അക്കാര്യം വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന കൂടുതൽ സാവകാശം തേടിയ ഈ അപേക്ഷയ്ക്ക് കൂടുതൽ മാന്യതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ നീതി ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് സുപ്രീം കോടതി വിമർശന വിധേയമായി ഉന്നയിക്കുകയും ചെയ്തത്. CPIഎമ്മും അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസും നൽകിയ
കോടതിയലക്ഷ്യ ഹർജികൾ സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. പേരും ബോണ്ടിൻ്റെ നമ്പറും നൽകിയാൽ വിവരങ്ങൾ പരസ്യമാക്കപ്പെടും, ദാതാക്കളുടെ വിവരങ്ങൾ പരസ്യമാക്കപ്പെടും എന്ന SBIയുടെ വാദം സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ ദാതാവിൻ്റെ പേരില്ല എന്ന SBIയുടെ വാദവും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഭരണഘടനാ ബെഞ്ചിൻ്റെ ഉത്തരവ് പരിഷ്കരിക്കാൻ SBI ആവശ്യപ്പെടുന്നത് എന്തിന് എന്ന വിമർശനമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് ഉന്നയിക്കുകയും ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരമൊരു ചോദ്യം അല്ലെങ്കിൽ വിമർശനം കേന്ദ്ര സർക്കാരിനും SBIക്കും വലിയ തിരിച്ചടിയാകുന്ന ഒരു നടപടി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവുക കൂടി ചെയ്തത്. ഇലക്ട്രൽ ബോണ്ടിൽ വഴി ലഭിച്ച പണം മൂടിവയ്ക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉന്നയിച്ച വിമർശനം. SBIക്ക് പുറത്തുവിടാൻ കഴിയുന്ന വിവരങ്ങളെല്ലാം മറച്ചുവെക്കുന്നുവെന്നും ഖാർഗെ ആരോപിച്ചു. ये तो SBI द्वारा 4.5 महीने मांगने के बाद साफ हो गया कि मोदी सरकार अपने काले करतूतों को पर्दा डालने का कोशिश कर रहे हैं। क्योंकि 4 महीने क्यों होना, आपके पास तो डाटा है और डाटा का मास्टरी आपने किया है और हर जगह बोलते हैं ये डाटा आने के बाद सब संख्या सभी मिल जाते हैं और ये बहुत जल्दी ही मालूम हो जाता हर चीज का। സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിച്ചില്ല എങ്കിൽ SBIക്കെതിരെ നിയമ നടപടി തുടരുമെന്നാണ് CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുത്തു. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് BJPയും LDFും റോഡ് ഷോ നടത്തി. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, ഇരു പാർട്ടികളും റോഡ് ഷോ നടത്തി ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം തന്നെ അവകാശപ്പെടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അവരെ സംബന്ധിച്ച് നിർണായകവുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരനൂറ്റാണ്ടിന് ശേഷം ഏതാണ്ട് 50 വർഷങ്ങൾക്ക് ശേഷമാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത്. ഈ ബൈപ്പാസിന്റെ നിർമ്മാണം ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇരു മുന്നണികളും പ്രധാന അവകാശവാദമായി ഉന്നയിക്കുക? അർജുൻ, ഏത് വിഷയമായി കഴിഞ്ഞാലും ഏറ്റവും പ്രധാനമായി നമ്മൾ പരിഗണിക്കേണ്ടത് ഈ പാത യാഥാർത്ഥ്യമായി എന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായി ഈ പാതയ്ക്ക് വേണ്ടി വലിയ തോതിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 1973 മുതൽ തന്നെ ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം 77 ഇതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പോലും ആരംഭിക്കുന്നത്. അതിനുശേഷം 51 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ പാത യാഥാർത്ഥ്യമായി. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാലം. രാഷ്ട്രീയപരമായിട്ടുള്ള ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന പരിപാടികൾ, അതിന് പുറമെ രാഷ്ട്രീയപരമായി ഒരുപാട് വിമർശനങ്ങൾ, സ്വയം വിമർശനങ്ങൾ, ഈ പാത ഇങ്ങനെ നീണ്ടു പോകുന്നതിൻ്റെ കുറ്റം പറച്ചിലുകൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടി ഈ പാത യാഥാർത്ഥ്യമായതാണ് ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലുണ്ടായിട്ടുണ്ട്. അതിനു പുറമെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ഒരു പാത യാഥാർത്ഥ്യമാകാൻ സഹായമായതെന്നാണ് പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് പറയുന്നത്. അതിനു പുറമെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിയെയും അഭിനന്ദിക്കാനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്താനും മുഹമ്മദ് റിയാസ് ശ്രദ്ധിച്ചിരുന്നു എന്നതും വളരെ പ്രധാനമാണ്. വളരെ പോസിറ്റീവായി കണ്ട ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിക്കാനും നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്ത കേന്ദ്ര സർക്കാർ നയിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കേരളത്തോട് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക. മുഹമ്മദ് റിയാസ് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കൂടി ഇതിൻ്റെ ഭാഗമായി മറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമയമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായി ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രചരണായുധമാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും പല രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെയും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളോടൊപ്പം ഒരു റോഡ് ഷോ ഈ ബൈപ്പാസിലൂടെ നടത്തുന്നത്. അതിന് പുറമെ തന്നെ CPIMൻ്റെ സ്ഥാനാർത്ഥി, കണ്ണൂർ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി, LDFിൻ്റെ സ്ഥാനാർത്ഥി MV ജയരാജൻ ഈ ബൈപ്പാസ് വഴിയുള്ള ഒരു റോഡ് ഷോ നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗം തന്നെയാണ്. എങ്കിൽ കൂടി ഈ പാത യാഥാർത്ഥ്യമായിരിക്കുന്നു. 45 മീറ്റർ പാത, 18.6 കിലോമീറ്റർ നീളത്തിലുള്ള പാത, 1500 കോടി രൂപ ചിലവ് വരുന്ന പാത, ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നു. കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു എന്നതാണ് യാത്രക്കാർക്ക് വലിയ രീതിയിൽ സന്തോഷമുള്ളത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നുണ്ടായ അപകടത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കാലാവസ്ഥാ മുന്നറിയിപ്പ് അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ.
ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ആദിൽ, കാലാവസ്ഥയെ മാത്രം പഴിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകാനാകുമോ? പ്രധാനമായും ഇവിടെ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന കമ്പനിയുടെ ആളുകൾ ഈ അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ ഈ പ്രദേശത്ത് നിന്ന് മുങ്ങി എന്ന ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ടൂറിസം വകുപ്പിന് ഈ കാലാവസ്ഥയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് കൈയൊഴിയാനാവുമോ? അതിൽ വർക്കല പാപനാശം ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്നുണ്ടായ അപകടത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നടത്തിപ്പുകാരായ ജോയ് വാട്ടർ സ്പോർട്സ് എന്ന സ്വകാര്യ കമ്പനിക്കും സർക്കാർ ഏജൻസികൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അപകടമുണ്ടാകുന്ന ശനിയാഴ്ച സംസ്ഥാനത്ത് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും കേന്ദ്ര സമുദ്ര പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും മുന്നറിയിപ്പുണ്ടായിരുന്നു. 1 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടൽ തീരത്തേക്കും ബീച്ചിന് സമീപമുള്ള ടൂറിസം സംവിധാനങ്ങളിലേക്കൊന്നും പോകരുതെന്ന് കൃത്യമായ നിർദ്ദേശം നിലനിൽക്കെയാണ് ശനിയാഴ്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുകയും ശക്തമായ തിരമാലയിൽ കൈവരി തകർന്ന് 15 പേർ കടലിൽ വീഴുകയും ചെയ്തത്. ഇതിൽ 3 പേർ ഇപ്പോഴും അപകട നിലയിൽ തന്നെയാണ്. അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ, ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിൻ്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർക്കാണ് അന്വേഷണത്തിൻ്റെ ചുമതല. ഈ അപകടത്തിൻ്റെ കാരണങ്ങൾ വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. മന്ത്രി നേരത്തെ തന്നെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ടൂറിസം ഡയറക്ടറോട് നിർദ്ദേശം നൽകിയിരുന്നു. ഉടൻ തന്നെ ആ റിപ്പോർട്ട് കൈമാറുമെന്നാണ് മനസ്സിലാകുന്നത്. അവിടെയും ഈ പ്രധാന പ്രശ്നം കാലാവസ്ഥാ മുന്നറിയിപ്പ് ലംഘിച്ചു എന്ന വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. സർക്കാരും ഇതിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള ജോയ് വാട്ടർ സ്പോർട്സ് എന്ന സ്വകാര്യ കമ്പനിയും തമ്മിലൊരു കരാറുണ്ട്. ആ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ കാലാവസ്ഥാ വ്യതിയാനമോ കാലാവസ്ഥാ മുന്നറിയിപ്പോ ഉള്ള സാഹചര്യങ്ങളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടത്തരുത് എന്നാണ്. എന്നാൽ ആ കരാറിലെ വ്യവസ്ഥ ലംഘിച്ചു എന്നാണ് സർക്കാരിൻ്റെ വാദം. ഈ കമ്പനിക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കപ്പെടുന്നത്. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടനടി നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഓഫീസ് ഇതിനോടകം അറിയിച്ചിട്ടുള്ളത്. മാസപ്പിറവി ദൃശ്യമായതോടെ കേരളത്തിലും റംസാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി. പൊന്നാനിയിൽ മാസപ്പിറവി ദൃശ്യമായ സാഹചര്യത്തിൽ നാളെ നോമ്പ് ഒന്നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. വരുന്ന 30 നാളുകൾ വിശ്വാസികൾക്ക് പുണ്യങ്ങളുടെ പൂക്കാലമാണ്. അഷ്കർ അലി കരിമ്പ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അഷ്കർ, ഇനി 30 ദിവസം പ്രാർത്ഥനയുടെയും പുണ്യത്തിൻ്റെയും കാലമാണ്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാലം. എന്തൊക്കെയാണ് വിവരങ്ങൾ? നോമ്പിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെ പോകും? വിശ്വാസികൾ ഏറെ കാത്തിരുന്ന റമദാനിൽ സ്വാഗതമാവുകയാണ്. അല്പസമയം മുമ്പ് മാസപ്പിറവി ദൃശ്യമായതോടെയാണ് മുസ്ലിം സംഘടനാ നേതാക്കളും സാമുദായിക നേതാക്കളും ഉൾപ്പെടെ മാസപ്പിറവി ദൃശ്യമായതോടെ റമദാൻ ഒന്നാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത്തവണ കാപ്പാടും അതുപോലെ തന്നെ പൊന്നാനിയിലുമാണ് മാസപ്പിറവി ദൃശ്യമായത്. ആദ്യം പൊന്നാനിയിൽ മാസപ്പിറവി ദൃശ്യമായതോടെ തന്നെ നേതാക്കൾ ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയായിരുന്നു. പാണക്കാട് സ്വാദിഖാലി ശിഹാബ് തങ്ങൾ, സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഖലീലുൽ ബുഖാരി തങ്ങൾ, കോഴിക്കോട് വലിയ കാദിമാരായിട്ടുള്ള നാസർ ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള കോഴിക്കോട് ജമീലുൽ തങ്ങൾ ഉൾപ്പെടെയുള്ള നേതൃത്വം നാളെ റമദാൻ ഒന്നായിരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. റമദാൻ മാസപ്പിറവി പൊന്നാനിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ റമദാൻ 1 നാളെ ചൊവ്വാഴ്ചയായി പ്രഖ്യാപിക്കുന്നു. അത് ഉറപ്പിച്ചതായിട്ട് വിവരം അറിയിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി 30 ദിവസങ്ങളോളം വരുന്നത് അവരുടെ ആത്മനിർവൃതിയുടെ നാളുകളാണ്. പരമാവധി ആരാധന കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പരമാവധി പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങൾ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഒരു തീരുമാനം. രാത്രികാല നമസ്കാരങ്ങളും പ്രാർത്ഥനാ ചടങ്ങുകളും ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ ഇത്തവണ ഓരോ റമദാനിലും വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാവും. നേരത്തെ തന്നെ ഈ റമദാനിന് വേണ്ടി വിശ്വാസികൾ ഒരുങ്ങി കാത്തിരിക്കുകയാണ് ചെയ്യുക. എന്തായാലും നാളെ റമദാൻ ആരംഭിക്കുന്നതോടെ തന്നെ പരമാവധി ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ആരാധന കർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ട് ഈ ദിനങ്ങളെ പുണ്യമാക്കി മാറ്റാനാണ് ഓരോ വിശ്വാസികളും ശ്രമിക്കുക. മറ്റു മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് 700 മുതൽ 70,000-ലധികം പ്രതിഫലം ഇരട്ടിയായി ലഭിക്കുമെന്നാണ് ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു ഇസ്ലാം മത വിശ്വാസത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗം. കഴിഞ്ഞ ദിവസം വിദേശങ്ങളിൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മാസപ്പിറവി കാണുകയും റമദാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഒമാൻ ഒഴികെയുള്ള അറബ് രാഷ്ട്രങ്ങളിലാണ് റമദാൻ ആരംഭിച്ചിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ഇന്ന് ഏകദേശം 1 മണിക്കൂർ സമയത്തോളമാണ് ഇത്തരത്തിൽ മാസപ്പിറവി ദൃശ്യമാകാൻ സാഹചര്യമുണ്ടായിരുന്നത്.
6:37 മുതൽ 7:35 വരെ ചന്ദ്രപ്പിറവി കാണാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ പണ്ഡിത നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ആ നിശ്ചയിച്ച സമയത്ത് തന്നെ ഏകദേശം 7:45 തന്നെ പൊന്നാനിയിൽ ഇത്തരത്തിലുള്ള മാസപ്പിറവി ദൃശ്യമാവുകയായിരുന്നു. തുടർന്ന് പണ്ഡിത നേതാക്കൾ സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ ഇത് സ്ഥിരീകരിച്ച് മാസപ്പിറവി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ നാളെ കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികൾക്ക് റമദാൻ വ്രതം തുടങ്ങുകയാണ്.